ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിൻ്റെ x0 തന്നാലുള്ള മെത്തേഡാണ്. ഇനി നമുക്ക് x0 തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. f of x is equal to 2x minus cos x equal to 0. ഇതിൽ നമുക്ക് x0 തന്നിട്ടില്ല. അപ്പോൾ നമ്മളെങ്ങനെ x0 കണ്ടുപിടിക്കാം? അതിന് ഉള്ള വഴി എന്താണെന്ന് വെച്ചാൽ, ഒരു കേസ് സിറ്റുവേഷനാണ്. എഫ് ഓഫ് എ 0 ലെസ് ദാൻ 0, എഫ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0. ഇനി എയും ബിയും നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ആ എ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ, അതായത് ഒരു നമ്പർ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ ലെസ് ദാൻ 0 വരുന്ന ഒരു ആൻസറും ഗ്രേറ്റർ ദാൻ 0 വരുന്ന ഒരു ആൻസറും കണ്ടുപിടിക്കണം. അത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് സംഭവം എന്ന്. അപ്പോൾ ഈ ചോദ്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ എന്തുണ്ടാവണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ 2x മൈനസ് കോസ് എക്സ് എന്നുള്ള ഇക്വേഷൻ, ഈ ചോദ്യത്തിലുള്ള ഇക്വേഷനെ നമ്മൾ ഈ എക്സിൻ്റെ അവിടെ 0 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എഫ് ഓഫ് 0 ഈക്വൽ ടു -1. അതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ, ഇക്വേഷനിൽ നമ്മൾ 2 × 0 മൈനസ് കോസ് 0 കൊടുക്കുമ്പോൾ -1. അത് 0-നേക്കാളും ചെറുതല്ലേ. ഇനി നമുക്ക് ഇതിനെ, ഈ 0 എന്ന വാല്യൂവിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കണ മൈനസ് വാല്യൂയും തൊട്ടപ്പുറത്ത് കിടക്കണ പോസിറ്റീവ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അപ്പോൾ -1 നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് 0ൻ്റെ ഏറ്റവും അടുത്ത് കിടക്കണ ഒരു നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എ നമ്മൾ കണ്ടുപിടിച്ചു, അതായത് 0-നേക്കാളും ചെറുതായിട്ടുള്ള നമ്പർ കൊടുക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ എ നമ്മൾ കണ്ടുപിടിച്ചു, 0 ആണ് നമ്മുടെ എ. ഇനി ബി കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ, നമ്മൾ ആ എക്സിൻ്റെ സ്ഥലത്തൊക്കെ ബി കൊടുത്തു, അതായത് 1 കൊടുത്തു, 1.45. അപ്പോൾ എഫ് ഓഫ് ബി, അതായത് എഫ് ഓഫ് 1 ഈക്വൽ ടു 1.45. അപ്പോൾ നമ്മൾ ഇനി എടുക്കാൻ പോണ x0 എന്ന് പറയുന്ന എടുക്കാൻ പോണ വാല്യൂ എന്ന് പറയുന്നത് എ ആണ്. അതായത് നമ്മുടെ ഏത് നമ്പർ കൊടുത്തപ്പോഴാണ് നമുക്ക് മൈനസ് വാല്യൂ വന്നത്, അതാണ് നമ്മുടെ x0. അതായത് ഇപ്പോൾ നമ്മളിവിടെ 0 കൊടുത്തപ്പോഴാണ് -1 വന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഒരു 2 കൊടുത്തപ്പോഴാണ് നമുക്ക് -1 അല്ലെങ്കിൽ -2 കിട്ടിയതെന്ന് വിചാരിക്കുക. ഒരു 1 കൊടുത്തപ്പോൾ നമുക്ക് 2 എന്നുള്ള വാല്യൂ കിട്ടി വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൈനസ് വാല്യൂ ഏതാ കിട്ടിയത്? 2 കൊടുത്തപ്പോഴല്ലേ. അപ്പോൾ x0 എന്ന് പറയുന്നത് നമ്മുടെ 2 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ x0 എന്ന് പറയുന്നത് 0 ആണ്. കാരണം 0 കൊടുത്തപ്പോഴാണ് നമുക്ക് -1 വന്നുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ x0 നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ബാക്കിയുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, x0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ മുമ്പ് ചെയ്തിരുന്ന പോലെ തന്നെ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് വെച്ചിട്ട് ഇതിൻ്റെ x1, x2, x3 കണ്ടുപിടിക്കുക. സെയിം മെത്തേഡ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ലെറ്റ് x0 ഈക്വൽ ടു 0, f'(x) നമ്മൾ കണ്ടുപിടിക്കുക. ആ ഇക്വേഷൻ നമുക്കൊന്ന് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ 2 + sin x നമുക്ക് കിട്ടി. ഇനി x1 എന്ന് പറയുന്നത് x0 മൈനസ് എഫ് ഓഫ് x0 ബൈ f'(x0). ഇതാണ് നമ്മുടെ ഇക്വേഷനിൽ. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ x0 എന്ന് പറയുന്നത് എന്താ നമുക്ക് കണ്ടുപിടിച്ചത്? 0 മൈനസ് -1/2 ഈക്വൽ ടു 0.5. അപ്പോൾ നമുക്ക് x1 കണ്ടു. ഇനി x2 എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയില്ല വാല്യൂ, അതാണ് നമ്മുടെ x1. അപ്പോൾ x2 എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയ വാല്യൂ, അതായത് x1 ഇവിടെ -2 × 0.5 മൈനസ് കോസ് × 0.5/2 + sin 0.5. അപ്പോൾ നമുക്ക് 0.4506 എന്ന വാല്യൂ കിട്ടി. ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള, എളുപ്പത്തിൽ ചെയ്യുക എന്നുള്ളത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x3 ഈക്വൽ ടു
0.456 മൈനസ് ഈ 2 ഇൻറ്റു ഈ സ്ഥലത്തൊക്കെ നമ്മുടെ ആ വാല്യൂ ഇട്ട് കൊടുക്കുക, മൈനസ് കോസ് ആ വാല്യൂ 2 പ്ലസ് സൈൻ ഈ സെയിം വാല്യൂ ഈക്വൽ ടു 0.4501. അങ്ങനെ നമ്മൾ ഇത് x3 വാല്യൂ നമ്മൾ അടുത്ത ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ x4 നമുക്ക് 0.4501 തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഓഫ് x ഈസ് ഈക്വൽ ടു 0.45 അതാണ് നമ്മുടെ ആൻസർ. ഇനി ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാമെന്ന് വെച്ചാൽ cos x മൈനസ് എക്സ് ഇ റേസ് ടു എക്സ്. ഇതെങ്ങനെ ചെയ്യാം? നമുക്ക് x തന്നിട്ടില്ല, അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യാം? ഇതുകൂടി ചെയ്താൽ നമുക്ക് ഈ x തന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഉള്ളത് ശരിക്കും മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആദ്യം x എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ അടിക്കുക. അതായത് cos x മൈനസ് എക്സ് ഇ റേസ് ടു എക്സ്. ഇനി ആ എക്സിൻ്റെ അവിടെ നമുക്ക് 0 ഇട്ട് കൊടുക്കാം. 0 ഇട്ട് കൊടുത്തപ്പോൾ 1 കിട്ടിയത്. അപ്പോൾ എഴുതി വയ്ക്കുക f(0) ഈക്വൽ ടു 1. ഇനി നമുക്ക് 1 ഇട്ട് കൊടുക്കാം ആ ഇക്വേഷനിൽ. അപ്പോൾ നമുക്ക് -2.17 കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? f(b) ഇതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മൈനസ് ഏതാ വന്ന് 1 എയും ബി ഒന്നും ശ്രദ്ധിക്കുക വേണ്ട. അപ്പോൾ 1 നമുക്ക് -1. അപ്പോൾ നമ്മുടെ x എന്ന് പറയുന്നത് 1 ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1 വെച്ചിട്ട് ചെയ്ത് നോക്കാം. x0 ഈക്വൽ ടു 1. അപ്പോൾ x1 എന്നുള്ള ഇക്വേഷൻ എങ്ങനെ? x0 മൈനസ് f(x0) ബൈ f'(x0). ഇതിൽ നമ്മൾ x0 ആദ്യം വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂ എന്താ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ 1 മൈനസ് അത് നമുക്ക് ഇക്വേഷൻ ചെയ്യാം. ഇതാണ് എളുപ്പവഴി, നേരത്തെ പറഞ്ഞ എളുപ്പവഴി. x മൈനസ് f(x0) എന്ന് പറയുന്നത് cos x മൈനസ് എക്സ് ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചില്ല അല്ലേ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് cos x sin x മൈനസ് ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് ഇ റേസ് ടു എക്സ്. ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ് f'(x). അതിൻ്റെ ഡെറിവേറ്റീവ് അടിയിൽ എഴുതാം. sin x മൈനസ് ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് ഇ റേസ് ടു എക്സ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതി. ഇനി നമുക്കതിൽ ഫസ്റ്റത്തെ x നമുക്ക് ഇട്ട് കൊടുക്കാം. x എന്താ 1 അല്ലേ. അപ്പോൾ 1 നമ്മൾ സ്റ്റോർ ചെയ്തു എക്സിലേക്ക്, എന്നിട്ട് ആ എക്സിലേക്ക് റൺ ചെയ്തു. അപ്പോൾ നമ്മുടെ x1 എന്ന് പറയുന്നത് 0.526 നമുക്ക് കിട്ടി. ഇനി x2 എന്ന് പറയുന്നത് ഈ ആൻസർ നമുക്ക് സേവ് ചെയ്യാം എക്സിലേക്ക്, എന്നിട്ട് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ 0.5138 എന്നുള്ളത് കിട്ടി x3. ഇനി x3 കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇതൊന്ന് അടുത്തേക്ക് സേവ് ചെയ്യാം, റൺ ചെയ്യാം. അപ്പോൾ 0.5196 കിട്ടി. ഇനി ഇതൊന്നുകൂടി സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് x4 എന്ന് പറയുന്നത് 0.5168 കിട്ടി. ഒന്നുകൂടി സേവ് ചെയ്യാം. x5 എന്ന് പറയുന്നത് 0.5181 കിട്ടി. സേവ് ചെയ്യാം. അപ്പോൾ x6 എന്ന് പറയുന്നത് 0.5175 കിട്ടി. സേവ് ചെയ്യാം. x7 എന്ന് പറയുന്നത് 0.5178 കിട്ടി. സേവ് ചെയ്യാം. x8 എന്ന് പറയുന്നത് 0.5177 കിട്ടി.
പിന്നെയും നമുക്ക് x9 എന്ന് പറയുന്നത് 0.51778 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് x ഈസ് ഈക്വൽ ടു 0.5177. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ സേവ് ചെയ്തിട്ടില്ല വിചാരിക്കുക. നമ്മൾ എത്ര വട്ടം ഓരോ വട്ടവും നമ്മൾ എക്സിൻ്റെ അവിടെ നമ്മുടെ വാല്യൂ കൊടുത്തിട്ട് എപ്പോൾ തീരാനാണ്. അപ്പോൾ ഇതാണ് എളുപ്പമുള്ള വഴി. ഇനി നമുക്ക് അടുത്ത ഇതെന്താ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ, അടുത്ത ഒരു കേസ് എന്ന് പറയണത് ഒരു ഇക്വേഷൻ തരാണ്ട് √5 അങ്ങനത്തെ ഓരോ സിറ്റുവേഷൻ, √31 3√31 ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ. താങ്ക് യു.